ഹലോ, എല്ലാവർക്കും വ്യത്യാസം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ചാനലായ മഞ്ഞക്കുയിലിന്റെ പ്രൊഡ്യൂസറായ മഞ്ജുളനാഥനെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ നമസ്കാരം. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം മോനെ. നമസ്കാരം. സാറിനെ പറ്റിയും സാറിന്റെ ചാനലിനെ പറ്റിയും ഒരു 2 വാക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം എന്നതിന് കാരണവുമല്ല, ഞങ്ങളുടെ ചാനലിന്റെ ക്വാളിറ്റി ആണുങ്ങൾ വളരെ ഇഷ്ടപ്പെടും. അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ ചാനലിന്റെ എന്നുള്ള അഭിപ്രായം. ഞാൻ സൂപ്പറാണ്, എൻ്റെ ചാനൽ സൂപ്പറാണ്. ഓക്കെ. സാറ് വളരെ താഴേക്കടയിൽ നിന്ന് ഇത്രയും വലിയ ഉയരത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ എന്തിനാണ് സാർ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മോനെ, അത് വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയം ചാനലായിട്ടല്ല തുടങ്ങിയത്, ചെറുതായിട്ട് മൊബൈലിൽ വെച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ ചുമ്മാ ഒന്ന് യൂട്യൂബിൽ ഇട്ട് നോക്കിയത് ഭയങ്കര വൈറലായിരുന്നു. ഒരു കടവിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് എടുത്ത ഒരു വീഡിയോ. അത് വളരെ റിസ്കി ഷോട്ടായിരുന്നു. ആ ഷോട്ട് അങ്ങ് വളരെയധികം ഹിറ്റായി. അതിനുശേഷം എൻ്റെ ചാനലിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പുതിയ പുതിയ കണ്ടന്റുകൾ ഇറക്കാൻ തുടങ്ങി. ഈ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടന്റിൻ്റെ ആവശ്യമില്ല, ചുമ്മാ ക്യാമറ വെച്ചാൽ മാത്രം. ഇപ്പോൾ എല്ലാവരെയും പോലെ കഷ്ടപ്പെട്ട് ഇതിനെ കണ്ടന്റ് ഉണ്ടായി കൊണ്ടുപോയിട്ട് കഴിയില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ജനങ്ങളാണ് ഞങ്ങളെ ഉയർത്തി ഈ ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചത്. കൂടുതലും പുരുഷ വർഗക്കാരാണ് നമ്മളെ കൂടുതൽ ഈ ചാനലിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചിരുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നും ഞങ്ങളുടെ ചാനൽ അതിന് കടപ്പെട്ടിരിക്കുന്നു. ഈ ചാനൽ വന്നതിന് ശേഷം സാറിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നടന്നു പോകുന്ന ഞാനിപ്പോൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ എവിടെ പോയാലും കാറിലത് എനിക്ക് പറ്റും. ഇപ്പം അങ്ങനെ ഒരു ലൈഫായി. പിന്നെ പെണ്ണുങ്ങളെല്ലാവരും വഴിയെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഞാനതങ്ങനെ കാര്യമാക്കി അങ്ങനെ എടുക്കാറില്ല. അതിനെ നമുക്ക് സമയം കാണത്തുള്ളൂ. വിളിക്കും, ഈ കഥ കൂടെ കേൾക്കും, ഇതിൽ കൂടെ കളയും. അതത്രേ ഉള്ളൂ. നമ്മൾ നല്ല നല്ല വീഡിയോ കൊടുക്കുന്നതിൽ അവർക്കുണ്ടാവുന്ന ഖുഷി. അടുത്തതായി കുറച്ച് കമന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സാറിന്റെ വീഡിയോസിൽ വന്ന കുറെ കമന്റ്സുകൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സാർ റിപ്ലൈ കൊടുക്കാത്ത കുറെ കമന്റ്സുകൾ. ആ കമന്റ്സുകൾ നിങ്ങൾ ശേഖരിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സാറിന് അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് ഞങ്ങളുടെ ചാനലിലൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യമായി ചോദിച്ചു തുടങ്ങട്ടെ സാർ. അതൊക്കെ റിസ്കേറിയ കാര്യങ്ങളല്ലേ, അതിലൊക്കെ നമ്മൾ ഇറങ്ങി നിൽക്കണം. ശരി, ചോദിച്ചു. ആദ്യം തന്നെ ഒരു കമൻ്റാണ് അയച്ചിരിക്കുന്നത് മിസ്റ്റർ ഹരീഷ്. പുള്ളി ചോദിച്ചിരിക്കുന്ന ചോദ്യം, നാണമില്ലടാ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാൻ, മൊണ്ണേ നിനക്ക് പോയി ചത്തൂടെ എന്ന് ചോദിക്കാനുള്ളത്. ഈ പറയുന്ന ഹരീഷിനെ ഞാൻ അറിയാം. അവൻ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു അസൂയുണ്ട്. പണ്ട് മുതലേ അവൻ എൻ്റെ സ്കൂൾ കൂട്ടുകാരനാണ്. അവൻ അല്ലെങ്കിൽ ഒരു അസൂയ പിടിച്ചവന്. അവൻ വന്ന് ഒരു വീഡിയോ ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കാറില്ല. വെറൈറ്റീസ് അല്ലേ അതൊന്നും കൊടുക്കാറില്ല. അങ്ങനെ അതിൻ്റെ ഒരു അസൂയുണ്ട്. അത് ഇപ്പം കാണിക്കാൻ പറ്റാത്തത് ചാനലിലൂടെ അവൻ കമൻ്റായിട്ടിട്ട് കാണിച്ചിരിക്കുകയാണ്. അടുത്തതായി ഒരു കമൻറ്റ്, പേര് പ്രവീൺ കിണിക്കിണി. പുള്ളി ചോദിച്ചിരിക്കുന്നത്, നീ ഒന്നും വെള്ളം ഇറങ്ങാതെ ചാവും, ഇങ്ങനെയാണോ വീഡിയോ ഇടുന്നത്? ഞാൻ വെള്ളം ഇറങ്ങാതെ ചാവുമെന്ന്? അവന്റെ തന്തയാണ് വെള്ളം ഇറങ്ങാതെ ചാവാൻ പോകുന്നത്. കാരണം എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന നാറിയാണ് അവൻ. അവനെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ നാറിക്ക് ഞാൻ കമന്റ് കൊടുക്കാത്തത്, റിപ്ലൈ ഇടാത്തത്. ചേറ്റ പട്ടിയോ. ഇവനൊക്കെ ഇനി വീഡിയോ എന്നും പറഞ്ഞ് വരട്ടെ. അടുത്തതായി ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ജോണി മോനാണ്. ജോണി മോൻ ചോദിച്ചിരിക്കുന്ന കമന്റ് ഇതാണ്, ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വന്നാലുടനെ നിന്റെ മണിബോംബ് വെട്ടി പാറപ്പുറത്ത് വെക്കും. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ആ ജോണി മോനോട് ഞാൻ പറയാണ്, ഇന്ന് തന്നെ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യടാ. ഇനി എങ്ങനെ വന്നിരുന്നു എൻ്റെ വീഡിയോ ഉണ്ടാക്കുമെന്ന് ഞാൻ നോക്കട്ടെ. പാടാ എന്നെ ദേഷ്യം പിടിപ്പിക്കണം.
അടുത്തൊരു കമന്റ് വളരെ കോമഡിയാണ്. എനിക്കിതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് കൂടിയാണ് സാർ. ഇത് വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞപ്പൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സാർ: ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വാട, നിന്റെ മുട്ട വെട്ടി ദോശക്കല്ലിടും മഞ്ഞക്കിളി ഓളി എന്നാണ് ചോദിച്ചിരിക്കുന്നത് സാർ. വളരെ ഫണ്ണിയാണ് സാർ. അതിന് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് വേണ്ട, നിനക്കൊന്നും എന്നെ കിട്ടാൻ പോകുന്നില്ല, ടെവറെ ഓളികളെ കിട്ടാനേ പോകുന്നില്ല. ഞങ്ങളുടെ ഇതിലേക്ക് വന്ന ചോദ്യങ്ങളാണ്. സാറിന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് സാറിനോട് ചോദിക്കാൻ പോകുന്നത്. തുണ്ട് ചാനലിനെ കാട്ടിയും വളരെ മോശം എന്നാണ് സാറിന്റെ ചാനലിനെ പറ്റി പറയുന്നത്. അതിനെപ്പറ്റി സാറിന് എന്താ പറയാൻ? പറഞ്ഞിട്ടുള്ളവൻ നേരത്തെ ഒരു തുണ്ട് പോലും കണ്ടിട്ടുണ്ടാകും. അവനൊക്കെയാണ് ഇവിടെ വന്നിരുന്നത് എന്നെ വളർത്താൻ മാറികൾ. ഇങ്ങനെയും വീഡിയോകൾ എടുക്കുന്നുണ്ടല്ലോടാ, കൂട്ടിയിട്ട് പൊക്കൂടെ, ഇനി എന്തിനാ വെച്ചോണ്ടിരിക്കണേ എന്നാ ചോദിക്കുന്നത്. പിന്നെ നീ വന്നെടുത്തതാണ് എനിക്ക് വീഡിയോ. എന്റെ ചാനൽ ഇത്രയും വളരാൻ കാരണം തന്നെ എന്റെ ക്യാമറമാൻമാർ എടുത്തു തരുന്ന ഓരോ വീഡിയോയുടെ ഷോട്ടുകളാണ്. അവരുടെ ഓരോ ഷോട്ടും ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എടുക്കുന്നത് കൊണ്ടാണ് നീ ഉൾപ്പെടെ ഇരുന്ന് കാണുന്നത്. മൊണ്ണകളെ. പറ്റുമെങ്കിൽ അവനെ നമുക്ക് വിട്ടുതാ, അവനെ വെട്ടി മപ്പാസ് അടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു എന്നാണ് വേറെ കുറെ പേർ പറയുന്നത്. അങ്ങനെ വിട്ടുതരാൻ ഞാനൊക്കെ നിന്റെ കുടുംബത്ത് വന്നിരിക്കുന്നു. എന്നെ കിട്ടിയിട്ട് വേണ്ട. നീയൊക്കെ എന്നെ എവിടെ നിന്നിട്ട് കണ്ടുപിടിക്കും? കണ്ടുപിടിയടാ, കാണാലോ. ഇത് മനഃപൂർവ്വം നീയൊക്കെ കെട്ടിച്ചമച്ച ചോദ്യങ്ങളല്ലടാ. മനഃപൂർവ്വം എന്നെ അപമാനിക്കാനായിട്ട് എന്നെയും എന്റെ ചാനലിനെയും അപമാനിച്ച് നീയൊക്കെ റേറ്റിംഗ് നേടാൻ വേണ്ടി തന്നെ നീയൊക്കെ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ചാനലിൽ വന്ന ചോദ്യങ്ങൾ മാത്രമാണ് സാറിനോട് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം സാറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. നീയൊക്കെ സ്നേഹത്തോടെ വന്ന് എന്നെ വിളിച്ച് ഇവിടെ ആനയിച്ചു കൊണ്ട് ഇരുത്തിയപ്പോഴേ എനിക്കറിയാൻ പറ്റും നിന്റെയൊക്കെ ഉള്ളിൽ എന്തോ ഒരു നിഗൂഢമായ കാര്യങ്ങളുണ്ട്. ഞാനത് മനസ്സിലാക്കില്ല. നിന്നെ ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല. സാർ ദേഷ്യപ്പെടരുത് സാർ. ഇത് നമ്മുടെ ചാനലിൻ്റെ ഒരു ഇതാണ്. അതായത് നമുക്ക് വന്ന ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കുക, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയത് സാറിനോട് പറയുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾ തന്നെ എന്നെ കൊല്ലിക്കാൻ വേണ്ടി എന്നെയും എന്റെ ചാനലിനെ നശിപ്പിക്കാൻ ചോദിച്ച ചോദ്യമല്ല. ഞാൻ ഈ ഇന്റർവ്യൂ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ ഇറങ്ങിപ്പോണ്. നിന്നോടൊക്കെ നിന്റെ ഈ ചാനലും നിന്റെ വ്യത്യസ്ത ചാനൽ എന്താണ്? നിന്റെ ഈ വ്യത്യസ്ത ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയില്ല, ഒരു മണ്ണാകട്ടിയില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചത്. എനിക്ക് പോരും സാർ, ഇരിക്കൂ സാർ. സാർ ഇതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകേണ്ട കാര്യമുണ്ട്. അവിടെ ഇരിക്കൂ സാർ. സാർ പ്ലീസ് പ്ലീസ് പ്ലീസ്. ചാനൽ പൂട്ടി പോകാൻ പൂട്ടി പോയി ഗൈസ്. അങ്ങനെ നമ്മുടെ മഞ്ജുളനാഥൻ മഞ്ഞക്കിളി മീഡിയയുടെ ഉടമസ്ഥനായ അദ്ദേഹം ഈ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. പക്ഷേ നമുക്ക് ഇനി അടുത്ത ഒരു അതിഥിയുമായി കാണാം. വ്യത്യാസം മീഡിയയിലേക്ക് വീണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.